ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഈ ഒരാഴ്ചത്തെ റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളുടെയും സീരീസുകളുടെയും പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട്, ഏതൊക്കെ സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ദ സിഗ്നേച്ചർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഡയറക്റ്റ് OTT റിലീസാണ്. ഒക്ടോബർ മാസം 4-ാം തീയതി ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് OTT റിലീസ് മൂവിയാണ്. അനന്യ പാണ്ഡെ പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ മൂവി CTRL എന്ന് പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഈ ഹിന്ദി ഭാഷയിൽ ഒക്ടോബർ മാസം 4-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അതുപോലെ ഒരു മലയാളം മൂവിയാണ്. ആനന്ദപുരം ഡയറീസ് എന്ന സിനിമ. മീനിയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ സിനിമ പിന്നെ ഒക്ടോബർ മാസം 4-ാം തീയതി മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. 35 ചിന്ന കഥ കാടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ ഒക്ടോബർ മാസം 2-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബോട്ട് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ തമിഴ് ഭാഷയിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഇംഗ്ലീഷിലുള്ള ഒരു സിനിമയാണ്. മാർവൽ സ്റ്റുഡിയോസിന്റെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ ഈ സിനിമ ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്ത അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് സർഫിറ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു. നമ്മുടെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂറൈ പോട്ടർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. Disney+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ഒക്ടോബർ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലബ്ബർ ബന്ദ് എന്നൊരു തമിഴ് സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നല്ല അഭിപ്രായങ്ങളാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അടുത്തത് കാർത്തിക് അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിക്ക് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ മൂവിയായിരുന്നു മെയ്യഴക് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. വെയിറ്റ് ചെയ്യാം. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ. സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ഈ ആഴ്ച ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത പൂജ സ്പെഷ്യലായിട്ട് സെപ്റ്റംബർ മാസം 10-ാം തീയതിയും ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആസിഫ് അലി, അമല പോൾ അതുപോലെ തന്നെ ഷറഫുദ്ദീനൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ എന്തായാലും ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് റിലീസ് ആയിരിക്കും. ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്യാതെ ഒരു സർപ്രൈസ് റിലീസ് ആയിരിക്കും. അടുത്തത് നമ്മുടെ ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്ക് ആകപ്പെട്ടിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒക്ടോബർ മാസം 3-ാം തീയതി തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ സിനിമ ഒക്ടോബർ മാസം 3-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. എക്സ്റ്റൻഡഡ് വേർഷൻ ആയിരിക്കുമോ വരിക എന്നുള്ളത് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. അടുത്തത് ഓണം റിലീസായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആന്റണി വർഗീസ് ആയിരുന്നു ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ ഈ സിനിമ പരാജയമായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ പിന്നെ OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസം 10-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്തത് ആരാൺമണി 4 എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ സുന്ദർ സി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കി 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ നേരത്തെ വന്നിരുന്നു. മറ്റ് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെ പിന്നെ കുറച്ച് മുമ്പേ തന്നെ വന്നതാണ്. ഇപ്പോൾ ഈ സിനിമ ജിയോ സിനിമ വഴി ഹിന്ദി ഡബ്ഡ് വേർഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയായ ബുള്ളറ്റ് ഡയറീസ് എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. സൈൻ അപ്പ് പ്ലേ എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഒക്ടോബർ മാസം 2-ാമത്തെ ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.